മധുരയിലെ പാർട്ടി കോൺഗ്രസ് വേദിയിൽ നമ്മുടെ വാർത്താ സംഘമുണ്ട്. ദീപക് തർമ്മടം, ആർ ശ്രീജിത്ത്, ബൽറാം നെടുങ്ങാടി എന്നിവർ അവിടെ ക്യാമ്പ് ചെയ്യുന്നു. നമ്മുടെ വാർത്താ സംഘം അതിവിപുലമായ ഒരുക്കങ്ങളും അവിടെ ചെയ്തിട്ടുണ്ട്. വാർത്തകളെല്ലാം തന്നെ യഥാസമയം പ്രേക്ഷകരിൽ എത്തിക്കാൻ ദീപക് തർമ്മടം ആദ്യം ചേരുന്നു. ദീപക്, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉദ്ഘാടനത്തിന് ഇനി കുറച്ച് സമയമല്ലേ ബാക്കിയുള്ളൂ? ഇവിടെ തീ പിടിച്ചു. 24ാമത് പാർട്ടി കോൺഗ്രസിനുള്ള ഒരുക്കങ്ങൾ വളരെ തകൃതിയായി നടക്കുകയാണ്. അവിടെ ഇപ്പോൾ നാദസ്വര മേളം നടക്കുകയാണ്. നിങ്ങൾക്കറിയാം തമിഴ്നാട്ടിലെ നാദസ്വരത്തിൻ്റെ പ്രാധാന്യം. ബൽറാം നെടുങ്ങാടി നമുക്കൊപ്പം ചേരുന്നു. ബൽറാം, ഗുഡ് മോർണിംഗ്. പറയൂ ബൽറാം, ഒരുക്കങ്ങളൊക്കെ എവിടെ വരെയായി? വെരി ഗുഡ് മോർണിംഗ് SKN. പാർട്ടി കോൺഗ്രസിന് കൊടിയേറാൻ ഇനി നിമിഷങ്ങൾ മാത്രമാണ് ഉള്ളത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഈ ദൃശ്യങ്ങൾ എന്നുള്ളത് മധുരയിലെ തമുക്കം മൈതാനത്ത് ഒരുക്കിയിരിക്കുന്ന സീതാറാം യെച്ചൂരി നഗറിലെ ദൃശ്യങ്ങളാണ്. ഇവിടെ ഈ കാണുന്ന ദൃശ്യങ്ങളിലുള്ള കൊടിമരത്തിലായിരിക്കും പതാക ഉയരുക. നേരത്തെ നിശ്ചയിച്ച സമയക്രമത്തിൽ നിന്നും ചെറിയ മാറ്റം ഉണ്ടായിരിക്കുന്നു. 8 മണിക്ക് പതാക ഉയർത്തൽ ചടങ്ങ് നിശ്ചയിച്ചിരുന്നു. എന്നാൽ അല്പസമയത്തിനകം ആ ചടങ്ങ് നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മുതിർന്ന നേതാവ് പശ്ചിമ ബംഗാളിലെ മുൻ സംസ്ഥാന സെക്രട്ടറിയും നിലവിലെ പശ്ചിമ ബംഗാളിലെ ലെഫ്റ്റ് കോർഡിനേറ്ററുമായ ബിമൻ ബോസ് ആയിരിക്കും പതാക ഉയർത്തുക. അതിനുശേഷം പ്രതിനിധി സമ്മേളനം 10:30 ആരംഭിക്കും. പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് ഈ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മറ്റ് ഇടതു പാർട്ടികളുടെ പ്രതിനിധികളും ഈ പ്രതിനിധി സമ്മേളനത്തോടനുബന്ധിച്ചുള്ള ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഡി രാജ, CPI ജനറൽ സെക്രട്ടറി, ഒപ്പം തന്നെ CPML ജനറൽ സെക്രട്ടറി ദിവാങ്കർ ഭട്ടാചാര്യ അടക്കമുള്ളവർ വലിയ ഒരുക്കങ്ങൾ ഈ 24ാം പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ച് നടത്തിയിരിക്കുന്നു. മധുരയുടെ സാംസ്കാരിക പെരുമ വിളിച്ചോതുന്ന തരത്തിലുള്ള വിവിധ കലാരൂപങ്ങൾ, ഒപ്പം തന്നെ മധുരയും ഇടത് രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്ന പ്രത്യേക വേദികൾ ഉൾപ്പെടെയുള്ളവ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ എന്നുള്ളത് ഈ പാർട്ടി കോൺഗ്രസിന്റെ വേദിക്ക് മുന്നിൽ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ഹാൾ, മെമ്മോറിയൽ ഹാൾ എന്ന പ്രതിനിധി സമ്മേളനം നടക്കുന്ന വേദിക്ക് മുൻപിലായി ഒരുക്കിയിരിക്കുന്ന ഈ സെൽഫി പോയിന്റ് ആണ്. ഇത് മുഖ്യ ആകർഷണമായി ഈ സെൽഫി പോയിന്റ് ഇതിനകം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. കാൾ മാർക്സിന്റെ ഒരു ജീവസുറ്റ പ്രതിമയാണ് സെൽഫി പോയിന്റായി ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ എത്തുന്നവർക്ക്, പ്രതിനിധികൾക്ക് അടക്കമുള്ളവർക്ക് ഇവിടെ എത്തി സമീപമുള്ള കസേരയിൽ ഇരുന്ന് ഫോട്ടോ എടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സമാനമായി തന്നെ ഈ സീതാറാം യെച്ചൂരി നഗറിന്റെ ചുവരുകളിലും മധുരയിലെ നഗര പ്രദേശങ്ങളിലും എല്ലാം തന്നെ മധുരയും മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള ബന്ധം, ഒപ്പം തന്നെ വിപ്ലവ ചരിത്രം എല്ലാം വിളിച്ചോതുന്ന തരത്തിലുള്ള കലാസൃഷ്ടികൾ, കലാരൂപങ്ങൾ എന്നിവ ഒരുക്കിയിട്ടുണ്ട്. പ്രതിനിധികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വിവിധ ഇടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നു. അവസാന ഘട്ടം, ഈ പതാക ഉയർത്തൽ ചടങ്ങിനുള്ള അവസാന ഘട്ട ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. അതിനോടൊപ്പം തന്നെ പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ച് വിവിധ സാംസ്കാരിക പരിപാടികൾ, സെമിനാറുകൾ എന്നിവ നടക്കുന്നുണ്ട്. അതാണ് നേരത്തെ നമ്മൾ കണ്ട നാദസ്വരം അടക്കമുള്ള ഇതിനോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്ന സാംസ്കാരിക സദസ്സിന്റെ ഭാഗമായാണ്. അവിടെ ഓരോ ദിവസവും പ്രത്യേക പരിപാടികളും ക്രമീകരിച്ചിട്ടുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള നേതാക്കൾ, തമിഴ്നാട് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഈ ചടങ്ങുകളിൽ, ഇവിടെ പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ചുള്ള സെമിനാറുകൾ അടക്കമുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കുന്നുണ്ട്. സിനിമാ മേഖലയിൽ നിന്നുള്ള ആളുകൾ പങ്കെടുക്കുന്ന ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഈ പാർട്ടി കോൺഗ്രസിനോടൊപ്പം തന്നെ ഈ പാർട്ടി കോൺഗ്രസിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന് എന്നുള്ളത് മതേതര ജനാധിപത്യ പാർട്ടികളുടെ ഐക്യം ശക്തിപ്പെടുത്താൻ ആവശ്യമായ നടപടികൾ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നുള്ളതാണ്. അത്തരത്തിൽ വിവിധ പാർട്ടികൾക്ക് ഒന്നിക്കാവുന്ന തരത്തിലുള്ള സദസ്സുകളും ഈ പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഈ പതാക ഉയർത്തൽ ചടങ്ങ്, പാർട്ടി കോൺഗ്രസിന്റെ തുടക്കം കുറിക്കുന്ന ചടങ്ങ്, ആ ഒരു വൈകാരികമായ നിമിഷത്തിന് ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. നേരത്തെ നിശ്ചയിച്ച സമയക്രമം